സോ ഡോക്ടർ കലാം റിലാക്സ് ആയിട്ട് എന്താ മനസ്സിൽ ഉത്തരം വരുന്നത് അത് കോൺഫിഡൻറ്റ് ഫീലിംഗ് ആയിട്ട് പറയണം. മലയാളത്തിലും പറയാ, ഇംഗ്ലീഷിലും പറയാ, ഏത് ലാംഗ്വേജിലും പറയാ. അത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ അത് ഞാൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിപ്പിക്കാം. റെഡി? സോ ഡോക്ടർ കലാം നമ്മളോട് പറഞ്ഞു, ഐ ഹാവ് എ വിഷൻ ഫോർ ഇന്ത്യ ബൈ ദ ഇയർ 2020. 2020, ഇന്ന് 2025. ദിസ് വാസ് 1996. സോ വി ഹാഡ് 2 decades. 20 കൊല്ലം ഉണ്ടായിരുന്നു. That India should be the most powerful country in the world. Number 1 country ആയിരിക്കണം. നമ്മളെല്ലാവരും കൈ കൊട്ടും. എന്താ വെച്ചാൽ ഇതുവരെ ഒരു പ്രസിഡന്റ് ഇങ്ങനത്തെ വിഷൻ സ്റ്റേറ്റ്മെന്റ് ഭാരതത്തിന് വേണ്ടിയിട്ട് തന്നിട്ടില്ല. പക്ഷേ ഡോക്ടർ കലാം നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏത് റിസോഴ്സ്, ഏത് സാധനം വെച്ചിട്ടാണ് ഇന്ത്യ നമ്പർ 1 ആവുക? നമ്മൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ കലാമോട് പറഞ്ഞു, ഡോക്ടർ സാഹബ് മിസൈൽ ടെക്നോളജി, സ്പേസ് ടെക്നോളജി. എന്താ വെച്ചാൽ ഡോക്ടർ കലാം സ്പേസ് റിസർച്ച് സയന്റിസ്റ്റ് ആയിരുന്നു. പൃഥ്വി, അഗ്നി, ആകാശ്, ബ്രഹ്മോസ്, ഓപ്പറേഷൻ സിന്ദൂർ, ബ്രഹ്മോസ് മിസൈൽസ് were very extensively used. ഞാൻ ഇന്ന് ഒരു ജൂൺ 7th 8th അല്ല, ഇതിന് മുമ്പേ 3, 4, 5 we were doing a program in Gandhinagar in Gujarat. And അവിടെ ചെയ്ത program was for SWAC, SWAC, South Western Air Command-നെ നമ്മൾ പ്രോഗ്രാം ചെയ്തു, wherein they participated along with the Western Command for Operation Sindoor. അവർ പറയും എയർ വാരിയേഴ്സ്. അവരുടെ ഒരു സീനിയർ ഓഫീസർ നമ്മളോട് പറഞ്ഞു, the Pakistani radars could not even identify a BrahMos missile. It was a surface to surface or air to surface or a surface to surface. അത് ഭൂമിന്ന് 50 മീറ്റേഴ്സിലേ ഫ്ലൈ ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ ഫ്ലൈ അവോയ്ഡിങ് ബാരിയേഴ്സ്. ഇപ്പൊ ഇവിടെ ഒരു മല ഉണ്ട് വിചാരിച്ചു, അപ്പൊ ഈ ബ്രഹ്മോസ് മിസൈൽ ഇങ്ങനെയാ പോവുക. ഇത്ര റേഞ്ചിൽ അവരുടെ റഡാർ പിടിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് വിൽ ഗോ ആൻഡ് പ്രിസിഷൻ ആയിട്ട് അവർ ഹിറ്റ് ചെയ്യും. അവർക്ക് മനസ്സിലായിട്ടില്ല, അവരുടെ എയർ ഡിഫൻസ് നമ്മൾ തകർത്തി. സോ ദ ഇന്ത്യൻ ബ്രെയിൻ മേ ബി വി ക്യാൻ സ്റ്റാർട്ട്. നമ്മളിപ്പം എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ബ്രഹ്മോസ്, തിരുവനന്തപുരം ബ്രഹ്മോസ് പ്രൈവറ്റ് ഇന്ത്യ ലിമിറ്റഡ്. സോ ഡോക്ടർ കലാം പറഞ്ഞു അല്ല. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ടെക്നോളജി, ഹി സെഡ് നോ. നമ്മൾ പറഞ്ഞു IT, കമ്പ്യൂട്ടേഴ്സ്, ഹി സെഡ് നോ. വി സെഡ് സ്പിരിച്വാലിറ്റി, പറഞ്ഞു ഇല്ല. നമ്മൾ പറഞ്ഞു വിമൻ എംപവർമെന്റ്, നാരി സശക്തീകരൺ, പറഞ്ഞു പറ്റത്തേയില്ല. അങ്ങനെയല്ല പറഞ്ഞത്, ഞാനാ പറയുന്നത് അങ്ങനെ. ടീക്കേ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഓക്കെ, ബ്രദേഴ്സ് എന്തിനാ ചിരിക്കുന്നത്? ശരിയാന്ന് നിങ്ങൾ പറഞ്ഞത്. ടീക്കേ, സോറി, ഹി ഡിഡ് നോട്ട് സേ ലൈക്ക് ദാറ്റ്. ഹി സെഡ് നോ. We said youth of the country, he said no. We said population of the country, he said no. We said the economy of the country, nammude arthashastram, he said no. We got exhausted. നമ്മൾ പറഞ്ഞു ഡോക്ടർ സാറേ നമുക്ക് ഇനി മനസ്സിലാവുന്നില്ല, നിങ്ങൾ തന്നെ പറയും. Can you guess? Raise your hand. Yeah, 1, 2. Wow, this is interesting. സിസ്റ്റർ പറയൂ. സ്വപ്നം കാണാൻ പഠിക്കണം. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമായിരിക്കണം. കറക്റ്റ്. ഓക്കെ, ഉറങ്ങുമ്പോഴല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം. ഞാനിങ്ങനെ ഇരുന്നിട്ട് കുറെ സ്വപ്നം കാണാറുണ്ട്, ഞാൻ പ്രധാനമന്ത്രിയായി പോകുമെന്ന്. ഓക്കെ, ഗുഡ്. സോ യുവർ ഡ്രീംസ് ഷുഡ് ഹെൽപ്പ് ഇന്ത്യ ടു ബിക്കം നമ്പർ 1. സിസ്റ്ററിന്റെ പേരെന്താ? റിൻസി. വെരി ഗുഡ്, വണ്ടർഫുൾ. ബ്രദർ, 1 great resource. നിങ്ങൾ കൈ റേസ് ചെയ്തതല്ലേ? അല്ല, അത് ബൈ മിസ്റ്റേക്ക് ആയി പോയതാണ്. പറയൂ, ഇരുന്നിട്ട് പറയൂ. ഓക്കെ, കുഴപ്പമുണ്ടോ? പറയാൻ പറ്റും? പറയൂ. കലാം സാർ എപ്പോഴും പറയുന്ന 2 കാര്യങ്ങളെ കുറിച്ചിട്ടാ. ഒന്ന് എഡ്യൂക്കേഷനും, അത് വിസ്ഡവുമാണ്.
ജ്ഞാനത്തെ കുറിച്ചിട്ടും വിദ്യ അഭ്യസിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് കലാം സാർ എപ്പോഴും പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരാണ് കലാം സാർ എപ്പോഴും നോക്കി കണ്ടത്. Correct. Very good. Wonderful. So he says one is education, the other is wisdom, the application of the education. Good. Any other answer? ഡോക്ടർ കലാം പറഞ്ഞ ആൻസർ നമുക്കിതൊരു കിട്ടിയിട്ടില്ല. പറയൂ ബ്രദർ. വെരി ഗുഡ്. യൂണിറ്റി അത് ഇല്ലേ ഇല്ല, ഇപ്പം വീട്ടിൽ പോലും ഇല്ല, ഹസ്ബൻഡ് വൈഫിൽ പോലും യൂണിറ്റി ഇല്ല, പിന്നെയാണ് യൂണിറ്റി. ഇതെല്ലാം പ്രഭാഷിക്കാൻ വളരെ നല്ല നല്ല ഉത്തരമാണ്. യൂണിറ്റി വെരി ഗുഡ്, ദാറ്റ് കുഡ് ബി എ പോസിബിലിറ്റി, ബട്ട് ഹി സെഡ് നോ. ഈ യൂണിറ്റിയും എഡ്യൂക്കേഷനും വിസ്ഡവും ഡ്രീംസും ദിസ് വിൽ ഓൾ ഹാപ്പൻ. അത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലത് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഓരും കൂടി ചാൻസ്. വണ്ടർഫുൾ ബ്രദർ. 3 ബ്രദേഴ്സ് ഒരു സിസ്റ്റർ. എനിക്ക് ഓരും കൂടി സിസ്റ്ററിന്റെ ഉത്തരം വേണം. ശരിക്കും പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് പറഞ്ഞാൽ. സർ, മാൻ പവർ. മാൻ പവർ അത് ഞാൻ പറഞ്ഞു. ഭാരതത്തില് 147 കോടി ജനങ്ങളുണ്ട്. $1 is not equal to 80 rupees. $1 is equal to 1 ഇന്ത്യൻ ആയാലും നമ്മളുടെ GDP കോൺട്രിബ്യൂഷൻ കുറെ കൂടും. ठीक है, ഗുഡ്. ഡോക്ടർ കലാം പറഞ്ഞു നോ, വി സെറ്റ് ദ പോപ്പുലേഷൻ ഓഫ് ദി കൺട്രി. സിസ്റ്റേഴ്സിന്റെ ഒരു ഉത്തരം വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി. നിങ്ങളും പറയണം. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് യൂത്ത്. ക്യാ ബാത്, ടു ഗുഡ്, ടു ഗുഡ്. ഇഗ്നൈറ്റഡ് മൈൻഡ്. സിസ്റ്റർ നിങ്ങൾ പറയാൻ പോകുന്നു? ഇവിടെയും കൊടുക്കുക. ഇവിടെ സിസ്റ്റർ. വെരി ഗുഡ്. മൈൻഡ് പവർ. മൈൻഡ് പവർ. വെരി ഗുഡ്. നല്ലോണം ഒന്ന് കൈയടിച്ചാട്ടെ. വെരി ഗുഡ്. ഡോക്ടർ കലാം ഇതാണ് പറഞ്ഞത്. ഓ, യു വാണ്ട് ടു സേ? പ്ലീസ് ഗോ അഹെഡ്. പോസിറ്റീവ് മൈൻഡ്. Positive mind. Very good. So Dr. Kalam said one great resource with which India can become a superpower by 2020 is an ignited mind, is a powerful mind. കുറെ ആൾക്കാരുണ്ട്, പക്ഷെ വീക്ക് നല്ലതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ബ്രദർ? യങ്സ്റ്റേഴ്സ് ആണ് ഈ രാജ്യത്തിന് ആവശ്യം. അവർ വളർന്നു വന്നാലേ രാജ്യം മുന്നേറുന്നു എല്ലാം പറഞ്ഞു. എന്താണ് യങ്സ്റ്റേഴ്സ്? യുവാക്കൾ. യൂത്ത്. വണ്ടർഫുൾ. എങ്ങനത്തെ യൂത്ത്? എഡ്യൂക്കേറ്റഡ് ആൻഡ് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. നിങ്ങളെ കാട്ടി എഡ്യൂക്കേറ്റഡ് ഞാനാണ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. എങ്ങനത്തെ യൂത്ത്? സ്ലേവറി ടു എ മൊബൈൽ ഫോൺ ഓർ എൻ ഇഗ്നൈറ്റഡ് യൂത്ത്. മനസ്സ് സശക്തമായിരിക്കണം, ഫ്രീ ആയിരിക്കണം, സ്വച്ഛമായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എവിടെയും ഡിപ്പെൻഡൻ്റ് ആവാൻ പറ്റത്തില്ല. ठीक है? സോ ഇഗ്നൈറ്റഡ് മൈൻഡ് ഈസ് ഈക്വൽ ടു സർ പ്ലീസ്. സർ, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം ജി നമ്മളുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇപ്പോൾ മൂപ്പരെ തെരഞ്ഞെടുത്തല്ലോ ജി രാഷ്ട്രപതിയായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ഒരു രാഷ്ട്രപതിയായി വന്നപ്പോൾ എനിക്ക് എയ്റോപ്ലെയിൻ ഓട്ടിക്കാൻ അറിയില്ലായിരുന്നു. കറക്റ്റ്. അപ്പോൾ എനിക്ക് എയ്റോപ്ലെയിൻ ഓട്ടിക്കണം. കറക്റ്റ്. രാഷ്ട്രപതിയായതിന് ശേഷം ആദ്യമായി അയാളുടെ ആഗ്രഹമായിരുന്നു രാഷ്ട്രപതിയുടെ, എനിക്ക് എയ്റോപ്ലെയിൻ ഓട്ടിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി രാഷ്ട്രപതി മാത്രമല്ല, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ബോധവാനായി ജീവിക്കാം എന്ന് നമ്മുടെ രാഷ്ട്രപതി നമ്മൾക്ക് ഒരു അറിവ് പകർന്നു തന്നു. അതിൽ എനിക്ക് നമ്മുടെ രാജ്യത്തിന് അഭിമാനം കൊള്ളിക്കുന്നു. കറക്റ്റ്. സോ ഹി വാസ്, ബ്രദർ പറഞ്ഞ മാതിരി, ഹി വാസ് റിജക്റ്റഡ് ബൈ ദി ഇന്ത്യൻ എയർഫോഴ്സ്. ഹി വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. സാധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഡോക്ടർ കലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, വിഷൻ 2020. ഹി റോട്ട് അനദർ ബുക്ക്, വിങ്സ് ഓഫ് ഫയർ. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ പ്രസിഡന്റ് ആയിട്ട് ഫൈറ്റർ പ്ലെയിനിൽ ഇരുന്നിട്ട് കക്ഷി ഹി ഹാസ് ടേക്കൺ എ ഫ്ലൈറ്റ്. സോ ഇഗ്നൈറ്റഡ് മൈൻഡ്. ഈ മൈൻഡ് പവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് നല്ല സ്റ്റോറി ആയിട്ട് പറഞ്ഞു തരാം. ठीक है? നിങ്ങൾ സൂപ്പർമാനിന്റെ മൂവി കണ്ടിട്ടുണ്ടോ? ആരൊക്കെ കണ്ടിട്ടുണ്ട് സൂപ്പർമാന്റെ മൂവി? ഒന്ന് റേസ് ചെയ്താട്ടെ. ഓക്കെ, സിസ്റ്റേഴ്സ് കുറച്ച് കുറവാണ്. ബ്രദേഴ്സ് ആരൊക്കെ കണ്ടിട്ടുണ്ട്? കുറച്ച് സിനിമ കുറക്ക്.
ഓക്കെ, ഇത്രയധികം കാണാം. ഇനി ഞാൻ ഒരു ഉത്തരം തരത്തില്ല. ഉത്തരം തന്നാലും പ്രശ്നം, തന്നിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എന്താ ചെയ്യുന്ന 24 മണിക്കൂർ? ഒരു സിനിമ പോലും കാണാൻ സമയമില്ല നിങ്ങൾക്ക്. ഇവിടെയും പ്രശ്നം, നിങ്ങൾ കുറച്ചധികം സിനിമ കാണുന്നുണ്ടോ? നല്ല നല്ല കാര്യത്തിന് സമയം ഇതാക്കുക. So it says the story behind the man of steel will. ഇതാണ് സൂപ്പർമാൻ. സൂപ്പർമാൻ്റെ മൂവിയില് സൂപ്പർമാൻ മൊത്തം ലോകത്തിനെ രക്ഷിക്കുന്നുണ്ട്, അതിനെ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. സൂപ്പർമാൻ്റെ മൂവി കണ്ടിട്ടുണ്ട്. പക്ഷെ റിയൽ സൂപ്പർമാൻ്റെ സ്റ്റോറി അറിയോ? ഇല്ല. അത് ഞാൻ പറഞ്ഞു തരാം. സോ ദിസ് ഇസ് എ റിയൽ സ്റ്റോറി. നെക്സ്റ്റ്. ഓക്കെ, സോ ദിസ് വാസ് ദ പേഴ്സൺ ഹു പ്ലേഡ് ദ റോൾ ഓഫ് സൂപ്പർമാൻ. ആ ക്രിസ്റ്റഫർ റീവിൻ്റെ ലൈഫിൽ അല്ല ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഹി ഹാഡ് കറിസ്മ. കറിസ്മ പറഞ്ഞാൽ വെരി ഗുഡ് ലുക്കിംഗ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ്, എ വെരി ലവിങ് ഫാമിലി, വൈഫ്, കുട്ടിയും ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, and a successful career playing the ultimate hero, Superman. ഒരു സൂപ്പർമാൻ്റെ ഹീറോന്റെ റോളും സിനിമയിൽ വില്ലന്റെ റോളല്ല, സപ്പോർട്ടിംഗ് റോളല്ല, സൂപ്പർമാൻ്റെ റോളും. അതുകൊണ്ട് കുറെ അവർ പൈസയും സമ്പാദിച്ചു. നെക്സ്റ്റ്, and suddenly came a massive shock when the actor was struck by tragedy. ഒരു ദിവസം സൂപ്പർമാൻ്റെ ഒരു ഹാബിറ്റ് ആയിരുന്നു ഈ ഹോഴ്സ് ബാക്ക് റൈഡിങ്. ഹോഴ്സ് റൈഡിങ്ങിൻ്റെ കുറച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, വൺസ് എ സ്കിൽഡ് ഹോഴ്സ് ബാക്ക് റൈഡർ, വളരെ എക്സ്പേർട്ട് ഹോഴ്സ് ബാക്ക് റൈഡർ ആയിരുന്നു. നെക്സ്റ്റ്, ക്രിസ്റ്റഫർ റീവ് വാസ് അപ്രോച്ചിങ് ഹിസ് തേർഡ് ജംപ് വെൻ ഹിസ് ഹോഴ്സ് സഡൻലി കെയിം ടു എ ഹോൾട്ട്. ജമ്പ് എടുക്കുമ്പം എന്തോ മിസ്റ്റേക്ക് ചെയ്തു, ആ കുതിര വീണു. നെക്സ്റ്റ്, ത്രോയിങ് ഹിം ടു ദി ഗ്രൗണ്ട് ടു ലാൻഡ് ഓൺ ഹിസ് ഹെഡ്. ഹിറ്റ് ചെയ്തു, തല ലാൻഡിൽ ഹിറ്റ് ചെയ്തു, and he was severely injured. Next, for the next few days, Chris was barely conscious and couldn't move. Unconscious ആയിരുന്നു കുറേ ദിവസം ഹോസ്പിറ്റലിൽ. Next, the fall had severed his spinal cord, paralyzing him from the neck down. കഴുത്തുനിന്ന് താഴെ മൊത്തം പാരാലിസിസ് ആയി. ആർക്ക് പാരാലിസിസ് ആയി? ഈ സൂപ്പർമാൻ്റെ റോള് ചെയ്യുന്ന ഹീറോ. അത്ര നല്ല ബോഡി ആയിരുന്നു, ഫിഗർ ആയിരുന്നു, ലുക്ക് ഉണ്ടായിരുന്നു, കറിസ്മ ഉണ്ടായിരുന്നു. യെസ്. നെക്സ്റ്റ്, വെൻ ഹി വോക്ക് അപ്പ് ദ ഡോക്ടേഴ്സ് ഗേവ് ഹിം എ ഗ്രിം വെർഡിക്റ്റ്. ബോധം വന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പം ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞു, നെക്സ്റ്റ്, വി ആർ സോറി ബട്ട് നത്തിങ് മോർ ക്യാൻ ബി ഡൺ. ഇനി ഇതിൽ നിന്ന് കാട്ടിയും അധികം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. യു വിൽ റിമെയിൻ. നെക്സ്റ്റ്, യു വിൽ ബി പാരലൈസ്ഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ഓഹോഹോ, ആർക്കാണ് വീൽ ചെയർ ജീവിതകാലം മൊത്തം? സൂപ്പർമാൻ. കുറേ നല്ല പേഴ്സണാലിറ്റി പവർ ഉള്ള ആൾക്ക് സഡൻലി വീൽ ചെയർ പോയില്ല കഥ. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി സ്ട്രക്ക് ചെയ്താൽ ഞാൻ ദൈവത്തോട് എന്താ പറയട്ടെ, ദൈവമേ ഈ തിരിച്ച് ബാക്കിയുള്ള മുടി മാത്രം എടുത്താൽ മതിയായിരുന്നു, എൻ്റെ ജീവിതം നിങ്ങൾ കഴിഞ്ഞു, ഇനി നടക്കാനുമില്ല. നെക്സ്റ്റ്, റോബ്ഡ് ഓഫ് ഹോപ്പ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഹോപ്പും ഇല്ല. ഓർ എവർ ഫൈൻഡിങ് എ ക്യൂർ. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനൊരു എന്താ പറയുക മരുന്നുമില്ല, ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല. ക്രിസ് ഈവൻ കൺസിഡേർഡ് സൂസൈഡ്. ഇനി ഇങ്ങനെ ജീവിതം ജീവിച്ച എന്താ കാര്യം, ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ, അതിനെക്കാട്ടി നല്ല മരിക്കുന്നതല്ലേ ഓപ്ഷൻ ഉള്ളത്. നെക്സ്റ്റ്, he turned to his wife and asked that one question which was on his mind since the accident. കുറേ സമയമായിട്ട് മനസ്സിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അവരുടെ വൈഫോട് ചോദിച്ചു. നെക്സ്റ്റ്, മേ ബി വി ഷുഡ് ലെറ്റ് മീ ഗോ. വൈഫോട് ചോദിച്ചു, നിങ്ങൾ ഡൈവേഴ്സ് എടുത്തിട്ട് വേറെ കല്യാണം കഴിച്ചിട്ട് ജീവിച്ചു, എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ, ഫായദ ഇല്ലല്ലോ. ബട്ട് നെക്സ്റ്റ്, ഹിസ് വൈഫ് tearfully answered. നെക്സ്റ്റ്, I will support whatever you want, but I want you to know that I'll be with you for the long haul no matter what, and I love you. വൈഫ് പറഞ്ഞു വിടത്തില്ല, ഹസ്ബൻഡാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇനി എന്ത് വന്നാലും ശരി,
വരെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മാസ്റ്ററിങ് ദ മൈൻഡിന് ആ ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടണം. ആ ദൈവം സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ ഞാൻ ദൈവത്തെ മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് കുറച്ച് പ്രശ്നം. നെക്സ്റ്റ്, ക്രിസ് നെവർ ക്വസ്റ്റ്യൻഡ് ഹിസ് ഫെയ്ത്ത് ഇൻ ലൈഫ് അഗൈൻ. ആ സപ്പോർട്ട് കിട്ടിയല്ലോ, പിന്നെ പ്രശ്നം മനസ്സിൽ വന്നിട്ടില്ല, ഡൗട്ട് മനസ്സിൽ വന്നിട്ടില്ല. നെക്സ്റ്റ്, he wiped his tears and told himself, and now the forward way. ഇനി ഞാൻ മുമ്പിൽ എന്നാണ് എനിക്ക് ചെയ്യാൻ പറ്റുക ഈ കണ്ടീഷനിൽ, ഐ ആം റെഡി. നെക്സ്റ്റ്, ഓ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് പിക്ചർ. ക്രിസ് റിഫ്യൂസ് ടു ബി ഹെൽഡ് ബാക്ക് ബൈ ഹിസ് കണ്ടീഷൻ. ഈ യങ് ക്രിസ്റ്റഫർ റീവ് മൂവിയിൽ ജോയിൻ ചെയ്യുന്ന മുമ്പേ ഫോട്ടോ എല്ലാം കൊടുക്കണമല്ലോ മൂവിയിൽ. പിന്നെ സൂപ്പർമാൻ ക്രിസ്റ്റഫർ റീവ് മിഡില്, ആൻഡ് റിയൽ ക്രിസ്റ്റഫർ റീവ്. ഒന്ന് സിനിമ റീൽ REEL ഉള്ള, ഒന്ന് റിയൽ ക്രിസ്റ്റഫർ റീവ്. എത്ര വ്യത്യാസമുണ്ട്! ഇവിടെ സൂപ്പർമാൻ മൊത്തം എനിമീസിന്, വേൾഡിന്റെ എനിമീസിന് പവർ ഉണ്ട്, പക്ഷെ റിയൽ ലൈഫിൽ ഒരു പവർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതാണ് ഡോക്ടർ കലാം പറയുന്നത്. ദാറ്റ് ഈസ് എൻ ഇഗ്നൈറ്റഡ് മൈൻഡ്. നെക്സ്റ്റ്, എവറി ഡേ ഹി ട്രെയിൻ ടു മൂവ് ഹിസ് ബോഡി. എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ്, the doctors warned against it. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല. Next, he told that he was in denial. ഇല്ല, ഞാൻ ശരിയാവും. ഡിനയൽ മോഡിലാണ്. നിങ്ങൾ ശരിയാവത്തില്ല, ഡോണ്ട് എക്സസൈസ് ടു മച്ച്. നെക്സ്റ്റ്, ആൻഡ് ക്രിസ് ഡിഡ് നോട്ട് ഗിവ് അപ്പ് ഹോപ്പ്. ഈ ഇഗ്നൈറ്റഡ് മൈൻഡിൽ ഒരു പവർ ഉണ്ടാവണം ഓൾവേസ്, അതാണ് ഹോപ്പ്. ഹോപ്പിന് മലയാളത്തിൽ എന്താ പറയാ? പ്രതീക്ഷ. വാവ്, സംതിങ് എൽസ് ഗുഡ് ക്യാൻ ഹാപ്പൻ, ലെറ്റ് മീ പെർസ്യൂ ഇറ്റ്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു, ഇനി എന്താ ചെയ്യാൻ പറ്റുക, ഒരു സ്കോപ്പും ഇല്ല. മനസ്സ് തളർന്നു. ഹോപ്പ് ഈസ് നോട്ട് തളർന്നു. നെക്സ്റ്റ്, വൺസ് യു ചൂസ് ഹോപ്പ്, എനിത്തിങ് ഈസ് പോസിബിൾ. കഴുത്തുനിന്ന് താഴെ വരെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെയും യു ക്യാൻ ഡു സംതിങ്. നെക്സ്റ്റ്, Chris continued to fight and raise funds for his medical research. Next, his biggest wish was to one day hug his son Will with his own hand. ഒരു മാത്രം മനസ്സിൽ ഒരു ആശയല്ല, ഇച്ഛാൻ എന്താ പറയാ, ആഗ്രഹം. ഈ രണ്ട് കൈ കൊണ്ട് അവരുടെ മകൻ വില്ലിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു പ്രാവശ്യം ചെയ്യാൻ, പക്ഷേ ഈ മനുഷ്യന് സാധിച്ചിട്ടില്ല. because his hands will not work. സൂപ്പർമാൻ മൂവിയിൽ മൊത്തം വേൾഡിനെ സംരക്ഷിക്കുവാണ്, റിയൽ ലൈഫിൽ കൈ കൊണ്ട് മകനെ തൊടാൻ പോലും പറ്റുന്നില്ല. എത്ര കോൺട്രാസ്റ്റ് ആണ്! ഇത് റിയൽ സ്റ്റോറിയാണ്, ഞാൻ കഥയൊന്നുമല്ല പറയുന്നത്. ഇറ്റ്സ് റിയലി ഹാപ്പൻ ടു ഹിസ് ലൈഫ്. നെക്സ്റ്റ്, ഡിസ്പൈറ്റ് ഹിസ് പാരലിസിസ്, ക്രിസ് കണ്ടിന്യൂ ടു ഫോളോ ഹിസ് പാഷൻ ആൻഡ് ഈവൻ ഡയറക്റ്റഡ്. ഇനി ഡയറക്ടറായി. സിനിമയിൽ ആക്ടിങ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഡയറക്ഷൻ ചെയ്യാൻ പറ്റുമല്ലോ. നെക്സ്റ്റ്, ഇത് വളരെ നല്ല കോട്ടാണ്, നിങ്ങൾ വായിക്കണം ഒന്നായിട്ട്. 1 2 3 സ്റ്റാർട്ട്. ഇതെന്താണ് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല മാതിരി? ഒന്നായിട്ട് ഒച്ചത്തില് വായിക്കണം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. Some people walk around with full use of their bodies and they are more paralyzed than I am. ഇതിന്റെ മലയാളത്തിലെ അർത്ഥം ആരാ പറഞ്ഞ് മനസ്സിലാക്കി തരുക? ഇങ്ങനെ വായിച്ചാൽ മതിയല്ല, മനസ്സിലാക്കണം. ആരാ പറഞ്ഞ് മനസ്സിലാക്കി തരുക? ഗിരീഷ് ബ്രദറിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യ്. ഒരു പ്രാവശ്യം കൂടി പഠിക്കട്ടെ സാർ. ഇപ്പൊ എന്താ ചെയ്തത്? ഇപ്പം വെറുതെ വായിച്ചു, ആരെ അത് മനസ്സിലാക്കിയിട്ട്. നല്ലപോലെ വായിക്കും. മലയാളത്തിൽ ആരാ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കട്ടെ? ഈ സൈഡിൽ നിന്ന് ആരാ ചെയ്യാ? ദൈവമേ, ഇത്ര നേരമല്ല ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല. ഓ ഗുഡ് സിസ്റ്റർ, ഐ എം സോ ഹാപ്പി. അങ്ങനെ ഒന്നും താങ്കൾ വിചാരിക്കണ്ട, നമുക്കല്ല ഇംഗ്ലീഷല്ല അറിയാം. സിസ്റ്റർ പേര് പറയൂ. വിജയലക്ഷ്മി. വിജയലക്ഷ്മി എന്താ ചെയ്യല്? ഹൗസ് വൈഫ്. ഹൗസ് വൈഫ്. ഓ, നല്ല പോലെ കൈ കൊടുക്കും. സോറി, കക്ഷിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പറയൂ സിസ്റ്റർ. കുറച്ച് ആളുകള്
എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ പാരലൈസ്ഡ് പോലെ ഇരിക്കണോ എന്നാണ് ഉദ്ദേശിക്കുക. എന്നെക്കാളും എല്ലാം ഉണ്ടായിട്ടും പാരലൈസ്ഡ് ആയിട്ട് നടക്കുന്നു. എൻ്റെ കഴുത്തുന്ന താഴെ ഒന്നും ഇല്ല, പക്ഷെ ആൾക്കാർക്ക് 206 ബോൺസ് ഇൻടാക്ട് ഉണ്ട്, പക്ഷെ അവർ എന്നെക്കാട്ടിയും അധികം പാരലൈസ്ഡ് ആണ്. സം പീപ്പിൾ ആർ വാക്കിംഗ് വിത്ത് ദ ഫുൾ യൂസ് ഓഫ് ദർ ബോഡി, പക്ഷെ ഇവിടുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ നെക്സ്റ്റ്. Still weak and recovering after a surgery, he made sure not to miss the premiere and showed up with a giant smile. ആ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടില്ല, അതിന്റെ പ്രീമിയർ ഷോയില് സർജറി കഴിഞ്ഞിട്ട് വന്ന് അറ്റൻഡ് ചെയ്തു. നെക്സ്റ്റ്. When you come out and succeed, it's another step forward in the realm of possibilities. ഒരു പ്രശ്നം വന്നു, അവിടുന്ന് മാറിയിട്ട് പിന്നെയും ബിഗർ പ്രശ്നം വരും. ഇതെന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നം വരും? അങ്ങനെ നിങ്ങൾക്ക് അറിയാറില്ല. ഞാൻ ബോംബെന്റെ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പാലക്കാടിന്റെ ബ്രദേഴ്സ് സിസ്റ്റർ ഇങ്ങനെ കരയാറൊന്നുമില്ലല്ലോ. സോ ഇറ്റ്സ് അനദർ പോസിബിലിറ്റി. നെക്സ്റ്റ്. In 1996, he established the Christopher Reeve Paralysis Foundation. In 2013, the foundation was awarded $110 million as research grant. Another and more than $16 million grants in the quality of life grants. ക്രിസ്റ്റഫർ റീവ് സിനിമ ചെയ്തിട്ട് എത്ര സമ്പാദിച്ചു, അതിനെക്കാട്ടിയും 10 ഇരട്ടി മറ്റവർക്ക് വേണ്ടിയിട്ട് അവർ ഈ ഫൗണ്ടേഷന് റേസ് ചെയ്തു. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. നെക്സ്റ്റ്. His bravery in the face of adversity continues to give hope to millions around the world. ഇന്ന് ക്രിസ്റ്റഫർ റീവ് ജീവിച്ചിരിപ്പില്ല. അറ്റ് ദ ഏജ് ഓഫ് 55 ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവർ ശരീരം വിട്ടു. പക്ഷെ ആ ഫൗണ്ടേഷൻ പാരാലിസിസ് ആക്സിഡന്റ് കേസസിന് വേണ്ടിയിട്ട് വളരെയധികം റിസർച്ച് ചെയ്യാണ്. നിങ്ങൾക്കും നമുക്കും ഒന്ന് സൂപ്പർമാൻ മാത്രമേ അറിയുള്ളൂ, പക്ഷെ റിയൽ ജീവിതത്തിൽ അവർ സൂപ്പർ കാര്യം എന്താ ചെയ്തത് അത് നമുക്കറിയത്തില്ല. നെക്സ്റ്റ്. A hero is an ordinary individual. മോഹൻലാലും മമ്മൂട്ടിയും ഹീറോ സിനിമയില്, റിയൽ REEL വേൾഡില്, റിയൽ വേൾഡില് ഞാനും താങ്കളെല്ലാവരും ഹീറോ ആവാൻ പറ്റും. അവർ ഒരു ഇങ്ങനെ അടിക്കുമ്പം 10 ആൾക്കാർ പ്രോബ്ലം, അവർക്ക് അടി കൂടി എല്ലാം നിങ്ങൾ കാണാറുണ്ടല്ലോ. ദേ ഫൈറ്റ് ഇൻ വൺ ഹിറ്റ്, ദേ ക്യാൻ ഹിറ്റ് 10 people. വാവ്, ദേ ജംപ് ഫ്രം ഹിയർ ടു ഹിയർ. Can my mind be very powerful? Can my mind jump from negativity to positivity, from failure to success? A hero is an ordinary individual who finds strength and perseverance and endurance in spite of overwhelming obstacles. ജീവിതം എന്ത് പ്രശ്നം തന്നാലും ശരി, എൻ്റെ അടുത്ത് ഹീറോ അത് മാറ്റിയെടുത്തിട്ട് സക്സസ് ആവാൻ പറ്റും. നെക്സ്റ്റ്. Superman is gone, but his heritage lives on. Christopher Reeve will be remembered as a prolific actor and an inspirational activist who did make a difference. ഹീറോ ആയിട്ടും ഫേമസ് ആണ്, പക്ഷെ അതിനെക്കാട്ടിയും അധികം റിയൽ ലൈഫ് ആക്ടിവിസ്റ്റ്. നെക്സ്റ്റ്. ചൂസ് ഹോപ്പ്. മനസ്സ് തളരാൻ പാടില്ല, മനസ്സ് നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, ക്ലോസ്. ഓക്കെ, സ്കൂളിന്റെ കുട്ടികൾ ആരൊക്കെയാന്ന് കൈ റേസ് ആക്കിയിട്ട് ഒന്ന് നിന്നാട്ടെ. സ്റ്റാൻഡ്. കുട്ടികൾ, സ്കൂളിന്റെ കുട്ടികൾ, സ്കൂൾ ഗോയിങ് കിഡ്സ്. ഓക്കെ, വെരി ഗുഡ്. കം. ഇത് ചോദിക്കൊന്നുമില്ലല്ലോ. ഇരിക്കാൻ പാടില്ല മോളെ, ഇങ്ങോട്ട് പുറത്തു പോ. ബാക്കി സിറ്റ്. പിന്നാലെ ഇരിക്കുന്ന കുട്ടികൾ, അതാണ് പിന്നാലെ ഇരിക്കാൻ പാടുള്ളൂ. മുമ്പിൽ ഇരുന്നാൽ പ്രശ്നമാണ്. ടീച്ചർക്ക് അവിടെ വരെ കാണുന്നില്ല, പിന്നാലൊന്നും കാണുന്നില്ല. മോളുടെ പേരെന്താ? നവമിക. വിച്ച് ക്ലാസ്? 6. മൈക്ക് എടുക്ക്. ഏത് സ്റ്റാൻഡേർഡ്? I'm in 6th standard. ഏത് സ്കൂള്? Patmada CMI Public School. വെരി ഗുഡ്. അപ്പുറത്ത് കൊടുക്ക്. ഇന്ദുജ +2 സെന്റ് തോമസ്. വണ്ടർഫുൾ. സ്കൂളാണോ കോളേജാണോ? ഒച്ച. ഇരിക്കാൻ പാടില്ല. വെരി ഗുഡ്. ബോയ്സ് കുറവാണ്. വാ മോനെ, നിങ്ങളും വാ. രക്ഷപ്പെട്ടു. ഓക്കെ, വെരി ഗുഡ്. ഈ
സിസ്റ്റർ ഈ ഫാൻ ഓഫ് ആക്കാൻ പറ്റുമോ രണ്ടും? ആ അത് കൊടുക്ക്. മോനെ പേര് പറ, സ്കൂള് പറ, ക്ലാസ് പറയും. ഷെയ്ബി. അവിടെ നോക്കിയിട്ട് പറയും. ഷെയ്ബി, ഉം. 10th സ്റ്റാൻഡേർഡ്, HS മൂത്താന്തറ. വെരി ഗുഡ്. നിഖിലേഷ്, 8ാം ക്ലാസ്സിൽ, NSS സ്കൂൾ. ഒന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ എവിടെ പഠിക്കുന്ന അതുപോലും അറിയില്ല. ഏത് ക്ലാസ്? പേടിയാവുന്നുണ്ടോ? പേടിയൊന്നുമില്ലല്ലോ. അതെല്ലാം അന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമ്മളൊരു എക്സർസൈസ് ചെയ്യാം. കറക്റ്റ്. ഇതൊരു നൂലാണ്. ഈ നൂലിൻ്റെ ഇവിടെ ഒരു ഈ വാഷർ ഉണ്ടാവില്ലേ, ടാപ്പിലെല്ലാം ടൈറ്റ് ചെയ്യുന്ന ഒരു വാഷറാണ്. ठीक നിങ്ങൾ ഞാനിവിടെ വെക്കാം. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളും ട്രൈ ചെയ്യാം. ठीक है? എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ठीक है? മൈക്ക് വെച്ചോ മോനെ. മൈക്ക് അങ്ങോട്ട് കൊടുത്തോളൂ. നോക്കണേ, ഞാൻ കൈ അനക്കുന്നില്ല. ഞാൻ വെരി ഓണസ്റ്റ്ലി ആയിട്ട് ചെയ്യാതെ പിന്നെ ഇവരോട് ചെയ്യിപ്പിക്കാം. ठीक है? എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അത് മാറ്റർ ചെയ്യൂ. ആസ് യു തിങ്ക് സോ ഷാൽ ഇറ്റ് വിൽ ഡു. ഇതിന് ജീവിതമില്ല. ആ മൈൻഡ് അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം തെറ്റ് നെഗറ്റീവ് അതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. പിന്നെ പറയുന്ന എൻ്റെ ജീവിതത്തിലൊന്നും നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ. ബ്രഹ്മകുമാരീസിൽ ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതും പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഒരു വിദ്യാലയമാണ്. ബ്രദർ പറഞ്ഞു ഇത് ആശ്രമവുമല്ല, ഇതൊരു കോർപ്പറേറ്റ് ഓഫീസും അല്ല, ഇതൊരു ഫാമിലിയാണ്. ദൈവം അച്ഛൻ, ദൈവം നമ്മളുടെ ടീച്ചർ, ദൈവം എൻ്റെ ഗുരു. ഈ ദൈവം ഭഗവാൻ ശിവൻ ഗിരീഷ് ബ്രദറിനെ ട്രെയിനിങ് ചെയ്യാണ്. നമ്മളെല്ലാവരും ട്രെയിനിങ് ചെയ്യാം. മെഡിക്കൽ കോളേജ് 4 കൊല്ലം ട്രെയിനിങ് ആയിട്ട് ഡോക്ടർ, 4 കൊല്ലം എഞ്ചിനീയർ ആയിട്ട് എഞ്ചിനീയർ. ഇവിടെ എന്തിൻ്റെ ട്രെയിനിങ്? മനസ്സ് ശക്തിശാലിയാകും. ആസ് യു തിങ്ക്. ഇത് ഞാനല്ല കണ്ടുപിടിച്ചത്, ഇത് ഡോക്ടർ ദീപക് ചോപ്ര. ദീപക് ചോപ്രൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ഈസ് എൻ ഇന്ത്യൻ ഡോക്ടർ ബട്ട് സ്പിരിച്വലിസ്റ്റ് ഇൻ അമേരിക്ക. വളരെ ഫേമസ് ആയി. ठीक है? ഇത് ഈ കുട്ടികൾ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളും ട്രൈ ചെയ്യാം. ठीक है? ഓക്കെ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ലെഫ്റ്റ് ടു റൈറ്റ് സ്വിംഗ് ആവണം. ഓക്കെ. പെൻഡുലം മൈ ഡിയർ ഫ്രണ്ട് ഗിരീഷ് സാർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുമ്പ് പിന്നാലെ, ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഫ്രണ്ട് ആൻഡ് ബാക്ക്, front and back. As you think, the whole universe changes. Front and back. Front and back. ഇപ്പോഴെല്ലാ കൈ കൊടുക്കണ്ടേ, കുട്ടികൾ ചെയ്യുമ്പോൾ ആണ് ചെയ്യണ്ടേ. ഓക്കെ, ഇനിയും ചെയ്യട്ടെ. ഓ പെൻഡുലം ക്ലോക്ക് വൈസ്.
ക്ലോക്ക് വൈസ് സർക്കുലേറ്റ് ചെയ്യും. കൈ വേദന എടുക്കുന്നു. ദിസ് ഇസ് ക്ലോക്ക് വൈസ്. This is interesting. Okay, pendulum anti-clockwise. Anti-clockwise. This could be your exam. This could be entrance exam. This could be health. This could be relationship. This could be future. This could be anything. ഞാൻ എങ്ങനെയാ വിചാരിക്കുന്നത്? മാറ്റർ, ഇത് മാറ്ററാണ്. ഇതിന് ജീവിതമില്ല. സിമ്പിൾ നൂലും എന്താ പറയുക വാഷറാണ് യൂസ് ചെയ്തത്. യുവർ ബോഡി, യുവർ ബ്രെയിൻ, യുവർ ക്രിയേറ്റിവിറ്റി, ഡിസിഷൻസ് എന്നാ വിചാരിക്കുന്നത്. ഈ വിചാരത്തിന് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? ചീത്ത, നെഗറ്റീവ്, വ്യർത്ഥം, അൺവാണ്ടഡ്, നോട്ട് അലൗഡ്. ഇവിടുന്ന് തിരിച്ച് വിചാരിച്ചോ ബസ് സ്റ്റാൻഡിൽ പോകണം, ഇല്ലെങ്കിൽ വണ്ടീൻ്റെ അടുത്ത് പോകണം, റോഡിൽ നടക്കുവാന്ന്, ഇവിടെ കച്ചറ, ഇവിടെ ചീത്ത, അതിൻ്റെ മേലെ നിങ്ങൾ കാല് വെക്കുമോ? ഇല്ലല്ലോ. ഷൂട്ടിട്ടും പോയിട്ട് വിചാരിച്ചോ ഇങ്ങനെ വഴിയിലെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ ഷൂ പോലും കഴുകും. മനസ്സോ and look where am I taking my mind to? ठीक है. നിങ്ങൾ പറയാ ഗിരീഷ് ഭായി നിങ്ങൾ ഭയങ്കര യോഗിയാന്ന്, സിസ്റ്റർ പറഞ്ഞു ഭയങ്കര യോഗിയാന്ന്, ഇതാണ് അതെല്ലാം സംഭവിക്കാം, മന്ത്രമെല്ലാം ചൊല്ലിയിട്ടുണ്ടാവും, ഇതെന്തെങ്കിലും ആയിട്ടുണ്ടാവും. കുട്ടികൾ വളരെ ഫാസ്റ്റ് ചെയ്യും. എന്താ വെച്ചാൽ ഇവരുടെ മനസ്സ് എന്നെക്കാട്ടിയും നല്ലതാണ്. മുടി അധികമാണ്, എൻ്റെ കുറവാണ്, പക്ഷെ ഇവരുടെ മനസ്സ് അധികം ശുദ്ധമാണ്. ഗിരീഷ് ഭായിൻ്റെ കുറച്ച് നവമി കമഡി കൈയോണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ടീക്കെ വെക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ, എന്താന്ന് ചെയ്യണ്ടേ? പെൻഡുലമോട് ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ആ മനസ്സിൽ വിചാരിക്ക് ലെഫ്റ്റ് ടു റൈറ്റ്. കൈ അനക്കാൻ പാടില്ല. നിങ്ങൾ ഇവരുടെ കൈ പിടിച്ചാട്ടെ. But it has already started happening. വിചാരിക്കുക മനസ്സിൽ ലെഫ്റ്റ് ടു റൈറ്റ്. മൈ ഡിയർ പെൻഡുലം, ലെഫ്റ്റ് ടു റൈറ്റ്. ഇങ്ങനെ ഇങ്ങനെ ആട് പെൻഡുലം ജി, ലെഫ്റ്റ് ടു റൈറ്റ്. ആരാണോ മെഡിറ്റേഷൻ അധികം ചെയ്യുന്ന മനസ്സ് എവിടെ വേണം, എത്ര സമയം വേണം അവിടെ ഏകാഗ്രം ചെയ്യുന്ന അവരുടെ ഫാസ്റ്റാവും. ഓക്കെ, ഫ്രണ്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്. കൈ അനങ്ങാൻ പാടില്ല. കൈ എത്ര സ്റ്റഡിയാണ് അത്ര ഫാസ്റ്റ് ഇതാവും. ചെറിയ കുട്ടിയാണല്ലോ, അതുകൊണ്ട് ഫ്രണ്ട് ബാക്ക്. You should not move your hand. Keep still. കൈ മൂവ് ആകുമ്പം അതിൻ്റെ വൈബ്രേഷൻസ്. ഓക്കെ, ഗിവ് ഇറ്റ് ടു ഹർ.
വെരി ഗുഡ്. മോളുടെ പേരെന്താ? ഇന്ദുജ. എന്താ ചെയ്യണ്ടേ? +2 ചെയ്യാം. ശരിക്കും ഇപ്പോഴെന്താ ചെയ്യണ്ടേ? Wow, it's happening. മനസ്സ്, ആ എനർജി, കയ്യെന്ന് മാറ്റർ. മനസ്സ് പെന്ന് എടുത്തിട്ട് അധികം മാർക്സ്. മനസ്സ് കർമ്മം ചെയ്തിട്ട് ജീവിതത്തിൽ സുഖം, സന്തോഷം. ആവുന്നുണ്ടോ? കുറച്ച് കുറച്ചേ ആവുന്നുള്ളൂ. ഓക്കെ. റൈറ്റ് ടേൺ. ഓക്കെ, ഫൈൻ. എന്താ പേര്? അക്ഷയ്. വെരി ഗുഡ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? 10th. ടെഡി ആയിട്ട് വെക്ക്. ആ ഫാൻ ഓഫ് ആക്ക് ചോട്ടു. ഗിവ് എ കമാൻഡ്. ലെഫ്റ്റ് റൈറ്റ്. വെരി ഗുഡ്. ഓക്കെ, ഫ്രണ്ട് ബാക്ക്. ദാറ്റ് ഈസ് ഓക്കെ. അമ്മ അങ്ങോട്ട് കൊടുക്ക്. മോൻ്റെ പേരെന്താ? നിഖിലേഷ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. മോൻ ഇങ്ങനെ വെക്ക്. നോക്ക്, പെൻഡുലം നോക്ക്. ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ്. ഞാൻ ക്ലാസ് 1ൻ്റെ കുട്ടീനോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഡസ് സോ പവർഫുൾ, സോ ബ്യൂട്ടിഫുൾ. കുറച്ച് സമയം വേണം. യു ഹാവ് ടു കോൺസെൻട്രേറ്റ്. മനസ്സ് ഓക്കെ, കുഴപ്പമില്ല. ഒന്ന് നല്ലപോലെ കൈ കൊടുത്താട്ടെ. നിങ്ങൾ കുട്ടികളെ വിട്ടിട്ട് ആരെങ്കിലും ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? നമ്മളുടെ മനസ്സ് ചെയ്യോ ഇല്ലയോ എന്നൊരു പേടിയുണ്ട്. കോളേജ് കുട്ടികളെ റേസ് ചെയ്താട്ടെ കൈ. സ്റ്റാൻഡപ്പ്, സ്റ്റാൻഡപ്പ്. കോളേജ് കുട്ടികൾ സ്റ്റാൻഡപ്പ്. കോളേജ് കുട്ടികൾ വാ. വെരി ഗുഡ്. 1. 2 കുട്ടികൾ വേണം. ആരാന്ന് വോളണ്ടിയർ ചെയ്യാ? റേസ് യുവർ ഹാൻഡ് ആൻഡ് കം ഹിയർ. വരൂ. 2 പേര് വന്നാൽ മതി ഇവിടെ. വാ, ഗുഡ്. എനി 2 people can come. ആർക്കാ ഇഷ്ടമുള്ള വെച്ചാൽ ബാക്കി ഇരിക്കാം. ഇരുന്നു. ബാക്കിയിൽ വരുന്നോ? വരൂ. ഗുഡ്. വാ. Clockwise. It's very good. You can even try the next level. ഒരു സ്ഥാനം അത് കെട്ടിവെച്ച് വൈബ്രേഷനും പോകുന്നില്ല. മനസ്സിന്റെ എനർജി.
ഗുഡ്. അങ്ങോട്ട് കൊടുക്ക്. വണ്ടർഫുൾ. വാട്ട്സ് യുവർ നെയിം? ആദിത്യ അല്ല, അതൊക്കെ അറിയാം. മോൻ്റെ ശ്രീജിത്ത്. എന്താ ചെയ്യാൻ പോകുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യും. തിരിച്ച് കറങ്ങണം. ട്രൈ ചെയ്. ആൻറ്റി ക്ലോക്ക് വൈസ്. പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവാൻ പാടില്ല. കറങ്ങുന്നില്ല, പ്രശ്നമാവുന്നുണ്ട്. ആ മനസ്സ് ഇസ് ഓവർ പവറിങ്. റിലാക്സ്, ഈസി, ബി നാച്ചുറൽ. യെസ് ആവുന്നുണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ ശ്രീജിത്ത്, കുഴപ്പമില്ല. താങ്ക് യു ബ്രദർ ഫോർ കമ്മിങ് ഓൺ ടു ദ സ്റ്റേജ്. നിങ്ങളുടെ പേരെന്താ? സുപ്രിയ. എന്താ? B.Ed. Wonderful, very good. What are you going to try? Left to right? Okay. പറയൂ, മനസ്സുകൊണ്ട് പറയൂ. Left to right, left to right, left to right. നോക്ക്, പെൻഡുലം നോക്ക്. Look at the pendulum. ഇരുന്നിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. ഐ ഫീൽ യുനോ ബോഡിയും മൂവ്മെന്റ് ആവുന്നുണ്ടല്ലോ. വണ്ടർഫുൾ. വാവ്. കൈ അനങ്ങാൻ പാടില്ല. ടീച്ചറല്ലേ, സംഭവിക്കും. ഗുഡ്. വണ്ടർഫുൾ. ഗിവ് ഇറ്റ് ടു ഹർ. വണ്ടർഫുൾ മാം, താങ്ക് യു. യു ആർ എ ഗ്രേറ്റ് ടീച്ചർ. അപ്പുറത്ത് കൊടുക്ക്. നിങ്ങളുടെ പേരെന്താ? പ്രത്യുഷ. ട്രൈ. എന്താ പഠിക്കുന്നത്? ഓക്കെ, ഗുഡ്. വാട്ട് വിൽ യു ട്രൈ? ഫ്രണ്ട് ബാക്ക്. അത് സ്റ്റോപ്പ് ചെയ്യ് ഫസ്റ്റ്. യെസ്, ക്യാ ബാത് ഹൈ. വാഹ്. ഗുഡ്. ചലോ, താങ്ക് യു. ഞാനിതിവിടെ വെക്കാം. ആർക്കെങ്കിലും ട്രൈ ചെയ്യണ്ടെങ്കിൽ സാരീൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്താൽ മതി. ആരും കാണാൻ പാടില്ലല്ലോ. ഇല്ലെങ്കിൽ പോയി നമ്മൾ. ഇറ്റ് വാസ് ജസ്റ്റ് എ ഡെമോൺസ്ട്രേഷൻ. ഞാനല്ല ഡെമോൺസ്ട്രേഷൻ കണ്ടുപിടിച്ചത്. ഇറ്റ്സ് ഡോക്ടർ ദീപക് ചോപ്ര. ആൻഡ് ഹി സേസ് ആസ് യു തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ. ഇന്ന് സമയം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഇല്ലെങ്കിൽ ഞാൻ വിടത്തില്ല അവരെ. അത് ചെയ്യിപ്പിച്ചിട്ട് കോൺസെൻട്രേറ്റ് ആൻഡ് ഇറ്റ് വർക്ക്സ്. ठीक है.